സ്കൂൾ വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരിച്ച വാർത്തയുടെ അലയൊലികൾ ഇപ്പോഴും നിൽക്കെ മറ്റൊരു വൈദ്യുതാഘാത മരണത്തിന്റെ വാർത്തയും ഇന്നുണ്ട്. തിരുവനന്തപുരം നെടുമങ്ങാട് പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 19-കാരൻ മരിച്ചു. പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. പുലർച്ചെ കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിന് ഇടയിലായിരുന്നു ഈ അപകടം നടന്നത്. രക്ഷാപ്രവർത്തനം നടന്ന സമയത്ത് പോലും കമ്പിയിലെ വൈദ്യുതി പ്രവാഹം നിലച്ചിരുന്നില്ല എന്നുള്ള വലിയ ഗുരുതരമായ അനുബന്ധ വാർത്തയും ഇതോടൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ് പാറശാല വിവരങ്ങൾ നൽകുന്നു. രാത്രി കഴിഞ്ഞ് പുലർച്ചെ തൻ്റെ ഔദ്യോഗികമായ ജോലിക്കായിട്ടുള്ള യാത്ര കഴിഞ്ഞ് മടങ്ങുന്ന ഒരു 19-കാരൻ്റെ ജീവനാണ് റോഡിൽ പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ നിന്നുള്ള വൈദ്യുതാഘാതമേറ്റ് ഇല്ലാതായിരിക്കുന്നത്. അതിലേറ്റവും ഗുരുതരമായ കാര്യമെന്ന് പറയുന്നത്, അങ്ങനെ ഒരു അപകടം നടന്നതറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാരെത്തുന്നു, പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു. അതിനുശേഷം KSEB-യിൽ നിന്ന് ആളുകൾ എത്തുന്നു. അപ്പോഴും ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന കമ്പിയിൽ തൊട്ട് അതെടുത്ത് മാറ്റാൻ കഴിയാത്ത രീതിയിൽ അതിലൂടെ വൈദ്യുതി പ്രവാഹമുണ്ടായിരുന്നു എന്നുള്ള വാർത്തയുമുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ, പ്രദീപ് പാറശാല? തീർച്ചയായിട്ടും ഇത് നാടിനെ നടുക്കിയ വലിയൊരു അപകടം തന്നെയാണ്, ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. KSEB-യുടെ ഒരു ഗുരുതര ആരോപണം തന്നെയാണ് ആദ്യമേ ഈ സ്ഥലത്തുണ്ടായ രക്ഷാപ്രവർത്തനത്തിൽ വന്ന സമീപവാസികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന പ്രധാന കാരണം ഈ സ്ഥലത്തുള്ള ഈ പോസ്റ്റ് അത് വളരെ കാലപ്പഴക്കം സംഭവിച്ച പോസ്റ്റാണ്. അതിലുപരി ഇതിനൊരു സ്റ്റേ കമ്പിയോ അങ്ങനെയുള്ള ഒരു സംരക്ഷണം ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇന്നലെ രാത്രി 12:30 മണിക്കാണ് ഈ പറയുന്ന 19 വയസ്സുള്ള ബിരുദ വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം കഴിഞ്ഞ് സുഹൃത്തുക്കളുമായി തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. സമീപവാസികളായിട്ടുള്ള അമർനാഥും വിമലും കൂടെ ഒപ്പമുണ്ടായിരുന്നു. അവർ അതിനു മുമ്പേ തൊട്ട് ഈ അപകടം നടക്കുന്ന തൊട്ട് മുമ്പേ 2 ബൈക്കുകളിലായിട്ടാണ് വന്നെങ്കിൽ സമീപവാസികളായതുകൊണ്ട് തന്നെ അക്ഷയുടെ ബൈക്കിലാണ് ഇവർ വീണ്ടും കയറിയത്. വരുന്ന സമയത്ത് ഒരു മഴയുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ ഒടിഞ്ഞു കിടക്കുന്ന ഈ മരക്കൊമ്പുകളും ഈ പറയുന്ന വൈദ്യുത പോസ്റ്റും ഒന്നും തന്നെ ഇവർക്ക് കാണാൻ സാധിച്ചില്ല. അടുത്ത് വരുന്ന സമയത്താണ് പെട്ടെന്ന് ഇത് കാണുകയും വാഹനം നിർത്തുകയും ചെയ്യുന്നത്. ഈ നിർത്തുന്ന സമയത്ത് അക്ഷയ് ചവിട്ടിയത് പക്ഷേ ഈ വൈദ്യുതി പോസ്റ്റിലാണ്. ആ സമയം ഉടൻ തന്നെ വൈദ്യുതഘാതം ഏൽക്കുകയായിരുന്നു. തൊട്ട് പുറകിലിരുന്ന ഈ 2 സുഹൃത്തുക്കളും ചാടി മാറുകയായിരുന്നു. അതുകൊണ്ട് അവർ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. അതിനുശേഷം ഇവർ ഹെൽമറ്റ് ഉപയോഗിച്ചും അവർ ധരിച്ചിരുന്ന വസ്ത്രം ഉപയോഗിച്ചും അക്ഷയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ഈ സമയം വൈദ്യുതി പ്രവാഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ രക്ഷാപ്രവർത്തനം ചെയ്ത് ഇദ്ദേഹത്തെ അക്ഷയെ രക്ഷിക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഈ 2 സുഹൃത്തുക്കളും തന്നെയാണ് സമീപവാസികളുടെ വീടുകളിൽ ചെന്ന് അവരെ വിളിക്കുകയും ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് ഈ നാട്ടുകാർ ഉൾപ്പെടെ വന്ന് നോക്കിയെങ്കിലും ഈ വൈദ്യുത പ്രവാഹം ഉള്ളതുകൊണ്ട് തന്നെ രക്ഷിക്കാൻ സാധിച്ചില്ല. തുടർന്നാണ് നിരവധി ആൾക്കാർ എത്തുകയും KSEB-യുടെ ആൾക്കാർ വരുന്ന സമയത്തും ഈ വൈദ്യുത പ്രവാഹം ഉണ്ടായിരുന്നു. ഉടൻ തന്നെ അവർ മറ്റ് അധികൃതരുമായി ബന്ധപ്പെട്ട് ഈ വൈദ്യുത പ്രവാഹം അവസാനിപ്പിച്ച ശേഷമാണ് അക്ഷയ വാഹനത്തിൽ കൊണ്ടുപോയി തുടർന്ന് സമീപത്തുള്ള പനവൂർ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്നത്. പക്ഷെ ആ സമയവും ഇദ്ദേഹം തൽക്ഷണം മരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞു. തുടർന്ന് തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ എത്തി ഈ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ആ സമയം KSEB-യുടെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അക്ഷയുടെ ജീവൻ തന്നെ രക്ഷിക്കാനാകുമായിരുന്നു. നിലവിലെ സാഹചര്യം നമുക്ക് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നതിന് ശേഷം തന്നെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയവും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ KSEB-യുടെ അധികൃതരും മന്ത്രിയും ഉൾപ്പെടെ ഈ റബ്ബർ മരം നിന്ന ആ സ്വകാര്യ വ്യക്തിയെ പഴിചാരുമ്പോഴും ഇപ്പൊ നിലവിൽ സ്വകാര്യ വ്യക്തി ഇപ്പോൾ നമ്മളോട് പറയുന്നത് ഇദ്ദേഹത്തിനോട് ആരും തന്നെ ഈ റബ്ബർ മരം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ടില്ല. തന്റെ പേരാണ് രാവിലെ മുതൽ ഉണ്ടായിരുന്ന വാർഡ് മെമ്പറും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. തീർച്ചയായിട്ടും ഒരു വാക്ക് നേരത്തെ പറഞ്ഞെങ്കിൽ താൻ മുറിച്ചു നൽകുമെന്നുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഈ സ്വകാര്യ വസ്തുവിന്റെ ഉടമ പറയുന്നത്. പ്രദീപ് പാറശാല, ഇതിൽ വൈദ്യുത വകുപ്പിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്ഷേപമോ പരാതിയോ പ്രബലമായിട്ട് നാട്ടുകാർ പറയുന്നുണ്ടോ? ഈ പൊട്ടിക്കിടക്കുന്ന ഈ വൈദ്യുത കമ്പി റോഡിൽ പൊട്ടിക്കിടക്കുന്നു, അത് വൈദ്യുത കമ്പി പൊട്ടി വീണ് കിടക്കുന്നതിലാണ് ഈ 19-കാരൻ്റെ വാഹനം സ്പർശിച്ച് അതിൽ വൈദ്യുതാഘാതമേറ്റത്. ഈ പോസ്റ്റിൻ്റെ സ്റ്റേ കമ്പി അത് കാലപ്പഴക്കം ഉള്ളതായിരുന്നോ, ആ രീതിയിൽ ദ്രവിച്ചതായിരുന്നോ? ഈ റബ്ബർ മരത്തിൻ്റെ ശിഖരം വീണാണ് ഇതിൻ്റെ പോസ്റ്റ് മറിഞ്ഞത് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പോസ്റ്റ് മറിഞ്ഞിട്ടും ഫ്യൂസ് പോയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പോസ്റ്റിൻ്റെ ഈ കാലപ്പഴക്കത്തെക്കുറിച്ച് പലതവണ നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നുവെന്നും എന്നിട്ടും മാറ്റിയിരുന്നില്ല എന്നുള്ളതുമാണോ നാട്ടുകാരുടെ ആരോപണം? അതെ, നാട്ടുകാരും ജനപ്രതിനിധികളും നേരത്തെ തന്നെ ഇത് കാലപ്പഴക്കം സംഭവിച്ച പോസ്റ്റാണ്, ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSEB അധികൃതരെ സമീപിച്ചു. എന്നാൽ KSEB അധികൃതർ ഈ ചോദ്യം ചോദിച്ചതിന് മറുപടിയായി പറയുന്നത് മരം മുറിക്കാൻ വന്ന സമയത്ത് ഇദ്ദേഹം ഈ പറയുന്ന സ്വകാര്യ
വസ്തുവിന്റെ ഉടമ അബു സമ്മതിച്ചില്ല എന്നുള്ള ഒരു മറുപടിയാണ് ഈ തൽക്കാലം രക്ഷപ്പെടാൻ പറയുന്ന മറുപടിയാണോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാനുണ്ട്. കാരണം ഇതാണ് അവർ പറയുന്ന മറുപടി. ഈ മറുപടി തന്നെയാണ് മന്ത്രിയും KSE വൈദ്യുതി മന്ത്രിയും പറഞ്ഞത്. പക്ഷേ ഇത് കൂടുതൽ അന്വേഷണം, ഇതിന് നിജസ്ഥിതി അറിയാൻ കൂടുതൽ അന്വേഷണം ആവശ്യം. എന്തായാലും സ്ഥലത്തിൽ നിലവിൽ ഇപ്പോൾ ഈ പറയുന്ന KSEB പനവൂർ KSEB ഓഫീസിലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ വലിയൊരു പ്രതിഷേധ മാർച്ചുണ്ട്. എന്തായാലും ഈ സ്ഥലവാസികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്ന കൃത്യമായിട്ട് മറുപടിയാണ്. ഇത് വന്ന സ്ഥലം MLA ഉൾപ്പെടെ നേരിട്ട് കണ്ടതാണ്. സ്റ്റേ കമ്പിയില്ല, കാലപ്പഴക്കം സംഭവിച്ച വൈദ്യുതി പോസ്റ്റാണെന്ന കാര്യം ഈ സ്ഥലം MLA വരെ പറയുന്നുണ്ട്.